ഈ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായിട്ട് തുടരുകയല്ലേ. ഗൾഫ് രാഷ്ട്രങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗഭാക്കായി മാറുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ യുദ്ധം വിപുലമായി അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം, ലോകത്ത് നിരവധി യുദ്ധങ്ങൾ നിൽക്കുന്നുണ്ട് നീണ്ട കാലയളവിൽ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണോ ഈ പശ്ചിമേഷ്യൻ സംഘർഷവും പോകുന്നത്? കഴിഞ്ഞ 10 ദിവസങ്ങളായി തുടരുന്ന ഈ യുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ലേറ്റസ്റ്റ് ഇടവേള കഴിഞ്ഞിട്ടുള്ള യുദ്ധത്തിന്, അതായത് അമേരിക്കയുടെ ബോംബിങ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ 11-ാം ദിവസമായി. ഈ 11 ദിവസത്തിനുള്ളിൽ ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇറാനെ മാത്രമല്ല പശ്ചിമേഷ്യയെ മുഴുവനും ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധം വ്യാപിച്ചു എന്ന് പറയാം. കാരണം GCC രാജ്യങ്ങളൊന്നും ഔദ്യോഗികമായി യുദ്ധത്തിൽ പങ്കാളികളായിട്ടില്ല എന്ന് പറയാമെങ്കിലും ഇറാൻ്റെ ആക്രമണം 6 GCC രാജ്യങ്ങളിലും ജോർഡാനിലും അതുപോലെ ഇറാഖിലും വ്യാപിക്കുകയുണ്ടായി. അതിൽ അമേരിക്കൻ ഭടന്മാർ ജോർഡാനിലും ഇറാഖിലും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇറാൻ്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായിട്ട്, അതായത് അത് പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായും തകർക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി അമേരിക്ക. അപ്പോൾ ആ തരത്തിലാണ് മുന്നേറുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായ ഒരുപാട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇസ്രയേൽ പുറത്തുവിടുന്നുണ്ട്. അതായത് അമേരിക്കയെക്കാളും ഇറാനെ കൂടുതൽ പഠിച്ചിട്ടുള്ളതും ഇറാൻ്റെ സംവിധാനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും ഇസ്രയേലാണ്. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ ഇസ്രയേൽ കൂടെ പങ്കാളി ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി വേഗത്തിൽ ഒരുപക്ഷെ അവസാനിക്കുകയോ അല്ലെങ്കിൽ പരിസമാപ്തിക്ക് സാധ്യത ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അമേരിക്ക ഇസ്രയേലിനെ നേരിട്ട് ഇടപെടാൻ ഇപ്പോൾ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ IRGCയുടെ തീവ്ര വിഭാഗം, അതിൽ ഇറാനകത്ത് തന്നെ ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അവിടുത്തെ ഒരു ലിബറൽ വിഭാഗം ഇത് ഒത്തുതീർപ്പാക്കണമെന്നും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ്റെ ഇനിഷ്യേറ്റീവിൽ അല്ലെങ്കിൽ ഒരു അമേരിക്കയുടെ നിർദ്ദേശത്തിൽ പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകളും പിന്നീട് ഖത്തർ കൂടെ പങ്കെടുക്കേണ്ടായി. പിന്നെ ജനീവയിൽ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള തരത്തിൽ അതിൻ്റെ പ്രിലിമിനറി ആയിട്ട് 14 പരിപാടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് അത് ഇലക്ട്രോണിക്സ് രംഗത്തൂടെ അവർ അപ്രൂവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഡ്രാഫ്റ്റിന് വിപരീതമായിട്ടാണ് ഇറാനാണ് പിന്നീട് 2 കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് ഇന്നത്തെ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇറാൻ്റെ അകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഈ യുദ്ധത്തിനോടുള്ളത്. അവിടെ സമാധാനം പുലരണമെന്നും ഇറാനിലെ നാശനഷ്ടമായ അവരുടെ സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി പിന്തുടരുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഉപരോധങ്ങളൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നിരുന്നു. ഇപ്പോൾ 2015 ഒരു എഗ്രിമെൻറ്റിലേക്ക് അമേരിക്കയും മറ്റ് യൂറോപ്യൻ, അതായത് അന്ന് 5+1 എന്നുള്ള തരത്തിൽ, അതായത് UNOയിലെ വീറ്റോ പവറുള്ള 5 വൻ ശക്തികളും ജർമ്മനിയും ചേർന്നിട്ടുള്ള ഒരു കരാറിലാണ് 2015 ഇറാൻ ഒപ്പുവയ്ക്കുന്നത്. പക്ഷേ അത് ഇറാൻ്റെ ആണവ അവരുടെ പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് നിയന്ത്രണത്തിൽ തുടരാമെന്നുള്ളൊരു വാഗ്ദാനത്തിലായിരുന്നു. പക്ഷേ അതിൽ ഇറാൻ പിന്നോട്ട് പോയി എന്ന് അമേരിക്ക ആരോപിക്കുകയും പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ നിന്ന് അമേരിക്ക 2019 പിന്മാറുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതിനുശേഷമാണ് കൂടുതൽ സംഘർഷം വ്യാപിച്ചത്. പക്ഷേ പൂർവ്വസ്ഥിതിയിലേക്ക് പോകണമെന്ന് വാദിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ഇറാനിലുണ്ടായിരുന്നു. ആ മിതവാദികളുടെ ശബ്ദം ഏതാണ്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ IRGCയുടെ നേതൃത്വം ശ്രമിക്കുന്നത് ഈ യുദ്ധത്തെ ഈ മേഖലയിലാകെ, പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുന്ന തരത്തിലേക്ക് കൂടുതൽ അറബി രാജ്യങ്ങളെ ഇതിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഇറാൻ്റെ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. രണ്ടാമത്, ഇത് അറബി രാജ്യവുമല്ല. മറ്റ് ഇറാൻ ആക്രമിക്കുന്ന മറ്റ് രാജ്യങ്ങൾ, അതായത് GCC രാജ്യങ്ങളെല്ലാം തന്നെ അറബികളുടെ വംശീയമായിട്ട് നോക്കുമ്പോൾ ആരബാണ്. അതുപോലെ ജോർഡാനും ആരബാണ്. അതിൽ ഇറാഖ് മിക്സഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്. അപ്പോൾ ഈ അറബ് കൺട്രീസിനോടുള്ള പഴയകാലത്തെ പേർഷ്യൻ അറബ് സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതിനോടൊപ്പം തന്നെ സുന്നി ഷിയ വേർതിരിവുമുണ്ട്. ഇന്നിപ്പോൾ ഇറാൻ ആക്രമിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ, ബോംബിടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ സുന്നി വിഭാഗങ്ങളാണ്. മാത്രമല്ല ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹൂതികളും
ഹിസ്ബുള്ളയും ഷിയ മിലിഷ്യയാണ്. അതും ഈ സുന്നികൾക്കെതിരായ കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ഇറാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഇറാന് തകർന്നതുപോലെ തന്നെ GCC രാജ്യങ്ങളും സാമ്പത്തികമായി തകരുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പം ഇറാന് മാത്രമായിട്ട് നിലവിലുള്ള യുദ്ധത്തിൻ്റെ കെടുതികൾ ഒരു രാജ്യത്തിലേക്ക് ഒതുങ്ങുന്നതിന് പകരം അത് മേഖലയിലാകെ വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം IRGCക്കുണ്ട്. അപ്പം അമേരിക്ക ഇവിടെ നിന്ന് പെട്ടെന്ന് തലയൂരി പോകാൻ കഴിയില്ല. നമ്മളിപ്പോൾ റഷ്യ എങ്ങനെയാണോ ഉക്രൈനിൽ പെട്ടുപോയത് അതേ അവസ്ഥയിലേക്ക് അമേരിക്കയും പശ്ചിമേഷ്യയിൽ കുടുങ്ങിക്കിടക്കാനാണ് സാധ്യത. കാരണം ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചില പരിമിതികളുണ്ട്. അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറ് GCC രാജ്യങ്ങളും അമേരിക്കയും കൂടെ സംയുക്തമായി നടത്തേണ്ട ഒരു സാഹചര്യം വരും. അതെന്തായാലും ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം GCC രാജ്യങ്ങൾക്ക് യുദ്ധത്തിലേക്ക് പോകാനാണ് താല്പര്യമില്ല. കാരണം കഴിഞ്ഞ ഒരു 40-50 വർഷമായിട്ട് വൻപിച്ച സാമ്പത്തിക പുരോഗതിയാണ് GCC രാജ്യങ്ങൾ കൈവരിച്ചത്. ഒരു പരിധിവരെ ലിബറൽ എക്കോണമി സ്വീകരിക്കുകയും അവരുടെ മതത്തിൻ്റെ അകത്തു നിന്ന് തന്നെയുള്ള ഭരണ സംവിധാനമാണെങ്കിൽ പോലും വലിയ സാമ്പത്തിക പുരോഗതി ഈ മേഖലയിൽ വന്നത് GCC രാജ്യങ്ങളാണ്. പക്ഷേ അതിനേക്കാളും പുരോഗതിക്ക് സ്കോപ്പുള്ള രാജ്യമായിരുന്നു ഇറാൻ. പക്ഷേ ഇറാനിലെ ഇസ്ലാമിക റവല്യൂഷൻ 1979 ശേഷം ഈ യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഉപരോധവും അമേരിക്കയുടെ ഉപരോധവും അതുപോലെ ഓയിൽ മാർക്കറ്റിലേക്ക് ഫ്രീ ആയിട്ട് ഇടപെടാൻ കഴിയാതെ വന്നതുമൊക്കെ സാമ്പത്തികമായി ഒരുപാട് നിയന്ത്രണങ്ങൾ ആ സമൂഹത്തിന് വേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉള്ള ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ. ഏറ്റവും വലിയ രാജ്യവും ജനസംഖ്യ കൊണ്ടും സംസ്കാരം കൊണ്ടും ഒരു സിവിലൈസേഷണൽ എൻറ്റിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ തരത്തിലുള്ള സാധ്യതകളൊക്കെ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം ഇല്ലാതാകുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടയൽ രാജ്യങ്ങളുടെ ഈ സാമ്പത്തിക പുരോഗതി ഇറാൻ ഭരണകൂടം വിശേഷിച്ചും IRGCയും അവിടെ തീവ്ര മത നേതൃത്വവും ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റുകളുടെ ഒരു മേഖലയായിട്ട് ഈ പശ്ചിമേഷ്യ മാറുകയുണ്ടായി. വിശേഷിച്ചും അത് ഖത്തറാണെങ്കിലും അല്ലെങ്കിൽ UAE പോലെയുള്ള രാജ്യങ്ങൾ ഒക്കെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ, ബഹ്റിൻ ഉൾപ്പെടെ. കാരണം ബഹ്റിനിലും UAEയിലുമൊക്കെ ഒരുപാട് ലിബറലായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ ഇസ്ലാമിക ഭരണകൂടം അംഗീകരിക്കുന്നതല്ല. അപ്പോൾ അവർ ആന്തരികമായിട്ട് ഈ അയൽ രാജ്യങ്ങളുടെ സമൃദ്ധിയും അതുപോലെ അവരെ വളർച്ചയും ഒക്കെ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇറാനിലെ IRGCയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു താല്പര്യമല്ല, അവരുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു രാജ്യം ഇസ്രയേലാണ്. അപ്പോൾ ഇറാൻ ഈ മേഖലയിൽ മേൽക്കോയ്മ ഉണ്ടാകണമെങ്കിൽ അവർ ആണവശക്തിയായി മാറണം. അപ്പോൾ ആണവശക്തിയാകുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത്. അത് ഏതാണ്ട് 2005 ശേഷം നിരന്തരം അമേരിക്ക ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടായി. ഉപരോധങ്ങളിലൂടെ ഇറാനെ ഞെരുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒരു നീണ്ട നാളത്തെ ചർച്ചയുടെ ഫലമായിട്ടാണ് 2015 ഒബാമയുടെ ഭരണകാലഘട്ടത്തിലാണ് കുറച്ചുകൂടെ ഒരു കൺസെഷൻ ലെവലിലായിരുന്നു ഒബാമ ഇറാനെ കൈകാര്യം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കരാറിലേക്ക് അവർ എത്തുന്നത്. പക്ഷെ അതും വിജയിക്കാതെ പോയി. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ഇറാൻ ഈ യുദ്ധത്തെ മേഖലയിലേക്ക് വ്യാപിക്കുമ്പോൾ GCC രാജ്യങ്ങൾ ഹോർമോസിൽ നിന്ന് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് മറുഭാഗത്ത് ഉള്ള അതായത് ചെങ്കടൽ ഭാഗത്തേക്ക് അതിൽ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഈ യുദ്ധത്തെ വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് ഹൂതി, അതായത് യമൻ്റെ അതായത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ ഔദ്യോഗികമായിട്ട് സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. റെഡ് സീയിലൂടെ അതായത് ബാബൽ അൽ മാൻഡബിലൂടെ പോകുന്ന സൗദി അറേബ്യൻ കപ്പലുകൾക്ക് ഉപരോധം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടായി കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെയും ചൈനയുടെയും 2 കണ്ടെയ്നർ, അതായത് ഓയിൽ ടാങ്കറുകൾ സൗദി അറേബ്യൻ തുറമുഖത്തിൽ നിന്ന് ഇത് റെഡ് സീ വഴി ഇന്ത്യൻ ഓഷ്യനിൽ കിടക്കേണ്ടതാണ്. അവർ തിരിച്ച് സുയസ് വഴി ആണ് ഇന്ന് തിരിച്ചു വിടുന്നത്. വാർത്തയിൽ അത് വന്നിട്ടുണ്ട്. കാരണം തിരിച്ചു പോകേണ്ടി വന്നു. കാരണം ഈ ഉപരോധം സൗദി അറേബ്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ കാര്യമായി ബാധിക്കും. മാത്രമല്ല നമ്മുടെ ഇപ്പോൾ കണ്ടെയ്നർ ഷിപ്പുകളുടെ മൂവ്മെൻറ്റിൽ ഏതാണ്ട് 25-30% കണ്ടെയ്നർ ഷിപ്പ് പോകുന്നത് സൂയസ് കനാൽ വഴി റെഡ് സീ വഴിയാണ്. അത് യൂറോപ്പിലേക്ക്, അതായത് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ഈ റൂട്ട് വഴിയാണ് പോകുന്നത്. അപ്പം
ഹോർമൂസിനേക്കാളും, ഹോർമൂസിൻ്റെ പ്രത്യേകത പ്രധാനമായിട്ടും GCC രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഓയിൽ മാർക്കറ്റിൽ 20% മൂവ്മെൻറ്റ് നടക്കുന്നത് ഹോർമൂസിലൂടെയാണ്. അതുപോലെയല്ല റെഡ് സീ എന്ന് പറയുന്നത്. റെഡ് സീയിലൂടെ പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഓയിൽ മാർക്കറ്റ് മാത്രമല്ലല്ലോ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഷിപ്പ് മൂവ്മെൻറ്റ് മുഴുവനും. അപ്പോൾ അതിലേറ്റവും വലിയൊരു ഷെയർ പോകുന്നത്, ഏതാണ്ട് 15-20% ഷെയർ ഈ കപ്പലുകൾ ഇതുവഴിയാണ് പോകുന്നത്. അപ്പം അതിനെ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ശ്രമം വരുന്നത്. അപ്പം നമുക്ക് സിവിലിയൻ കപ്പലുകൾക്ക് പോകുന്നതിന് പരിമിതിയുണ്ട്. ഒരു സംഘർഷ മേഖലയിലൂടെ അവർക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഹൂതികൾക്ക് വലിയ റോൾ എടുക്കാൻ കഴിയും. ഇപ്പോൾ ഇന്നലെ അത് സൗദി അറേബ്യക്കെതിരായിട്ടാണ് ഉപരോധം വന്നിരിക്കുന്നത്. ഫലത്തിൽ സൗദി അറേബ്യയിലേക്ക് മൂവ് ചെയ്യുന്ന ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും മറ്റെല്ലാ ലോകരാജ്യങ്ങളുടെയും കപ്പലുകളുടെ ഗതാഗതത്തെ കാര്യമായി ബാധിക്കും. പിന്നീട് അതായത് അവർക്ക് സൂയസ് കനാൽ വഴി ഫ്രീ മൂവ്മെൻറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പോകാൻ കഴിയാതെ വരും. അപ്പം വീണ്ടും പഴയ കാലത്തിൽ ആഫ്രിക്ക ചുറ്റി വരുന്ന തരത്തിലേക്ക് പോകേണ്ടി വരും. അത് ലോക സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ഇറാനാണ് ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത്. ഇറാൻ വിജയിച്ചത് അവർ തന്ത്രപരമായി ഈ യുദ്ധത്തെ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. അപ്പം ജനങ്ങളുടെ തലത്തിൽ നോക്കുമ്പോൾ ഇറാൻ വളരെയധികം നാശനഷ്ടങ്ങൾ വന്നു കഴിഞ്ഞു ഇറാനിൽ. അവരെ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ടും, വിശേഷിച്ചും സദേൺ മേഖലയിൽ പൂർണ്ണമായിട്ടും തകർത്ത് കഴിഞ്ഞു ആൾറെഡി. ഈ കഴിഞ്ഞ 25 ജൂണിലെ അമേരിക്കൻ ആക്രമണത്തിലും ഇപ്പോഴത്തെ ആക്രമണത്തിലും ആ തരത്തിൽ തകർന്നടിഞ്ഞിരുന്നു. അത് റീബിൽഡ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതിനാണ് വീണ്ടും യുദ്ധത്തിലേക്ക് കടന്നത്. പക്ഷേ അതിന് സമാന്തരമായിട്ട് ഈ മേഖല മുഴുവനും സംഘർഷഭൂമിയാക്കാൻ ഇറാന് കഴിയുന്നതാണ് ഇറാൻ്റെ വിജയം. അതായത് ഈ യുദ്ധത്തിലെ വിജയമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇറാൻ അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള ചില അഡ്വാൻറ്റേജസ്, ഒന്ന് ഈ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഈ പ്രകൃതിദത്തമായി ലഭിച്ച അല്ലെങ്കിൽ ജോഗ്രഫിക്കലായിട്ടുള്ളൊരു പൊസിഷൻ ആയുധമാക്കി മാറ്റി. അതായത് ഹോർമോസിനെ ആയുധമാക്കി മാറ്റി. അതുപോലെ ഇപ്പോൾ പറയുന്ന ഈ പിക്കാക്സ് മൗണ്ടൻ എന്ന് പറയുന്നത് ഇവരുടെ ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പരീക്ഷണങ്ങളുടെ എന്തൊക്കെയാണോ നേട്ടങ്ങൾ അതെല്ലാം തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൗണ്ടൻ ഏരിയയാണ്. അപ്പോൾ അവിടെയും പെട്ടെന്ന് ഒരാളിന് കടന്നു ചെല്ലാൻ കഴിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇസ്രയേൽ പുറത്തു വിടുന്നുണ്ട്. അത് അമേരിക്ക ഉപയോഗിക്കുമായിരിക്കും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ തരത്തിൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും യുദ്ധം കൂടുതൽ ഉണ്ടാകും. മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ അത് ബാധിക്കുന്ന തരത്തിലേക്ക് വളരാനാണ് സാധ്യത. അത് ചെങ്കടലിലേക്ക്, അതായത് പേർഷ്യൻ ഗൾഫിൽ നിന്ന് ചെങ്കടലിലേക്ക് വ്യാപിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാകുകയും ലോക സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ഇറാൻ അമേരിക്കൻ സംഘർഷം മാറാനാണ് സാധ്യത. ട്രംപിൻ്റെ നയങ്ങൾ എന്തായാലും അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ ഈ മേഖലയിൽ ഇറാൻ്റെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജ് ട്രംപിൻ്റെ കണക്കൂട്ടലിലുണ്ടായിരുന്നില്ല. അപ്പം ട്രംപിൻ്റെ ആയുധബലം കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താമെന്നുള്ള കണക്കുകൂട്ടൽ അവിടെ തെറ്റിയതാണ് ഇറാൻ ഒരു പരിധിവരെ അഡ്വാൻറ്റേജ് ആയിട്ട് ഈ യുദ്ധമുഖത്തിൽ നിൽക്കുന്നത്. അത് ആന്തരികമായി ഇറാൻ തകരുമ്പോഴും ലോക സമ്പദ് വ്യവസ്ഥയും പശ്ചിമേഷ്യയും തകർത്തുകൊണ്ടായിരിക്കും ഇറാൻ തകരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.